തിരുജീവൻ നൽകാൻ തിരുമുറിവുകളാലെ ക്രൂശിതിൽ ബലിയായ ദൈവപുത്ര. തിരുജീവൻ നൽകാൻ തിരുമുറിവുകളാലെ ക്രൂശിതിൽ ബലിയായ ദൈവപുത്ര. പഞ്ചക്ഷതത്തിന്റെ മറവിൽ നീ ഞങ്ങളെ എപ്പോഴും എന്നേക്കും കാത്തിടണേ. പഞ്ചക്ഷതത്തിന്റെ മറവിൽ നീ ഞങ്ങളെ എപ്പോഴും എന്നേക്കും കാത്തിടണേ. തിരുജീവൻ നൽകാൻ തിരുമുറിവുകളാലെ ക്രൂശിതിൽ ബലിയായ ദൈവപുത്ര. തിരുനാളാഘോഷത്തിൻ്റെ മുഖ്യ കാർമ്മികൻ ബഹുമാനമുള്ള സിനോച്ചൻ, ഇടവക വികാരി ബഹുമാനമുള്ള സാബുച്ചൻ, ബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, യേശുവിനാൽ അധികമായി സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, അനുഗ്രഹീത വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യറിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയം ഇടവക തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജീവിതത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുവാനായിട്ട് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പോസ്തലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാതയിൽ പതിഞ്ഞ ഈ പുണ്യഭൂമി നമ്മുടെ നാട് തീർച്ചയായിട്ടും അനുഗ്രഹീതമാണ്. ഈ ദേവാലയം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുമ്പോൾ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ചൈതന്യവും ആത്മീയതയും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിലനിർത്തുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദൈവസ്നേഹം കൊണ്ട് ജ്വലിച്ചു നിന്നു എങ്കിൽ ആ സ്നേഹത്തിലേക്ക് വളരുവാൻ സാധിക്കുമ്പോൾ ദൈവസ്നേഹത്തെ പ്രതി ജീവിത വിശുദ്ധി നേടിയെടുക്കുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഈ തിരുനാൾ ആഘോഷത്തിനും നമ്മുടെ വിശ്വാസ ജീവിതത്തിനും അർത്ഥം ലഭിക്കുക. അതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പഴയ നിയമത്തിലെ ഒരു വചനഭാഗമാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ മനോഹരമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. യൂദയായിലെ പ്രവാചകനായ ഹബക്കുക്ക് പ്രവാചകൻ ഒരു ദിവസം തൻ്റെ വയലിൽ കൊയ്ത്തിന് പോയിരിക്കുന്ന ജോലിക്കാർക്കുള്ള ഭക്ഷണവുമായിട്ട് പുറപ്പെടുകയാണ്. പോകുന്ന വഴിയിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഹബക്കുക്കിനോട് പറഞ്ഞു, അല്ലയോ ഹബക്കുക്കെ, ഈ ഭക്ഷണം ഇപ്പോൾ വയലിൽ ജോലി ചെയ്യുന്ന കൊയ്ത്തുകാർക്ക് കൊണ്ടുപോയി കൊടുക്കണ്ട. പിന്നെയോ അങ്ങ് ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, പ്രഭു, ഞാൻ ഇതുവരെയും ബാബിലോണിൽ പോയിട്ടില്ല, എനിക്കറിയില്ല ബാബിലോൺ. ഇനി എങ്ങനെയെങ്കിലും ബാബിലോണിൽ ചെന്ന് എത്താം എന്ന് വിചാരിച്ചാലോ
സിംഹക്കുഴിയെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല. അവിടെ ധാരാളം സിംഹക്കുഴികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഏത് സിംഹക്കുഴിയില ദാനിയേൽ കിടക്കുക എന്ന് എങ്ങനെയാ തിരിച്ചറിയുക? വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവദൂതൻ ഉടൻ തന്നെ ഹബക്കുക്കിനെ മുടിയിൽ പിടിച്ച് പൊക്കിയെടുത്ത് വായുവേഗത്തിൽ ദാനിയേൽ കിടന്ന സിംഹക്കുഴിയുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തി എന്ന്. എന്നെയാണ് വിളിച്ചിരുന്നെങ്കിൽ ദൈവദൂതൻ കഷ്ടപ്പെടുമായിരുന്നു, പിടിക്കാൻ മുടിയില്ല. ഹബക്കുക്കിന് ധാരാളം മുടിയുണ്ടായിരുന്നുകൊണ്ട് നേരെ പൊക്കിയെടുത്ത് ഈ സിംഹക്കുഴിയുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തി. ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്കായി കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ഓർക്കണം, ദാനിയേൽ ആ സിംഹക്കുഴിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ 6 ദിവസം കൊണ്ട് ഭക്ഷണമൊന്നും കിട്ടിയില്ല. അവിടെ കിടക്കാനായിട്ട് കാരണമായി തീർന്നത് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് യഹോവയിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചു. രാജാവ് സ്നേഹിതനായിരുന്നു. ആ ബാബിലോണിലുള്ള എല്ലാവരും ബാൽദേവനെ ആരാധിച്ചു. പക്ഷേ ദാനിയേൽ മാത്രം ആരാധിക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, രാജാവിൻ്റെ സഹായത്തോടു കൂടി ആ ആരാധന വ്യർത്ഥമാണെന്നും ബാല ശക്തിയില്ലാത്തവരാണെന്നും അത് കള്ളദൈവമാണെന്നും അവിടെ നടക്കുന്ന ആരാധനകളൊക്കെ വ്യർത്ഥമാണ് എന്നും കള്ള ആരാധനകളാണ് നടക്കുന്നത് എന്നും തെളിയിച്ചു കൊടുക്കുവാനായിട്ട് ദാനിയേലിന് സാധിച്ചു. അപ്പോഴേക്കും പ്രഭുക്കന്മാരും പുരോഹിതന്മാരുമൊക്കെ ദാനിയേലിന് എതിരായി, രാജാവിനുമെതിരായി. രാജാവ് സിംഹാസനം പോകും എന്ന് കണ്ട അവസരത്തിൽ രാജാവ് കൈയൊഴിഞ്ഞു. ഇതാ എല്ലാവരും കൂടെ പിടിച്ച് ഈ ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടിരിക്കുക. ആ സിംഹക്കുഴിയിൽ 7 സിംഹങ്ങളുണ്ട്. അവയ്ക്കുള്ള ഒരു ദിവസത്തെ ഭക്ഷണം 2 മനുഷ്യരും 2 ആടുമാണ്. പക്ഷേ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടത് മുതൽ ദാനിയേലിന്റെ അടുക്കൽ പോലും ഈ സിംഹങ്ങൾ വരുന്നില്ല. അത് കണ്ടപ്പോൾ അധികാരികൾക്ക് വാശിയായി അവയ്ക്കുള്ള ഭക്ഷണം കൊടുക്കൽ അങ്ങ് നിർത്തി. ഇപ്പൊ 6 ദിവസം കൊണ്ട് അവയ്ക്ക് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല. ഈ 6 ദിവസം കൊണ്ട് 12 മനുഷ്യരെയും 12 ആടുകളെയും ലഭിക്കേണ്ടതാണ്. പക്ഷെ കൊടുത്തില്ല. അങ്ങ് വിശന്ന് പിരിഞ്ഞിരിക്കുകയാ. ഇപ്പോഴിതാ ആ സിംഹക്കുഴിയുടെ ഒരു മൂലയില് ഈ 7 സിംഹങ്ങളും ഇരിക്കുന്നു. അതിന്റെ ഓപ്പോസിറ്റായിട്ട് ദാനിയേൽ ഇരിക്കുന്നു. മുഖത്തോട് മുഖം നോക്കി കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഉപദ്രവിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ഹബക്കുക്ക് വന്ന് പറയുക, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്കായി കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ ഉടൻ വിളിച്ചു പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടെത്തുന്ന വലിയ ഒരു സത്യം ദാനിയേൽ പ്രവാചകന്റെ ഈ വാക്കുകൾ തന്നെയാണ്. ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്നു. തിരുജീവൻ നൽകാൻ തിരുമുറിവുകളാലെ ക്രൂശിതിൽ ബലിയായ ദേവപുത്ര.